ഹായ് ഫ്രണ്ട്സ്, ടി സ്ക്വയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അൺബോക്സിംഗ് ആയിട്ട് പോകുന്നത് ബോട്ട് ബേസ് ഹെഡ്സ് 225 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വയേർഡ് ഹെഡ്സെറ്റാണ്. അപ്പോൾ ഈ ഒരു അൺബോക്സിങ്ങിൻ്റെ ബാക്കിലൊരു കഥ ഉണ്ട്. നിങ്ങൾ ആദ്യം ആ കഥ ഒന്ന് കണ്ടിട്ട് വരും. ടി സ്ക്വയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അൺബോക്സ് ചെയ്യുന്ന സാധനം എന്ന് പറയുന്നത് ഒരു വയേർഡ് ഹെഡ്സെറ്റാണ്. വയർലെസ് നല്ല വയേർഡ് ഹെഡ്സെറ്റാണ്. ബോട്ടിൻ്റെ ബേസ് ഹെഡ്സ് 225 എന്ന് പറഞ്ഞിട്ടുള്ളൊരു വയേർഡ് ഹെഡ്സെറ്റാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നെ അതിനെക്കുറിച്ച് സ്പെസിഫിക്കേഷനെ കുറിച്ച് സംസാരിക്കും. അൺബോക്സ് ചെയ്യാൻ നമ്മൾ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. നമ്മളിതിൻ്റെ ഇതൊന്നും പൊട്ടിച്ചിട്ടില്ല, നമ്മളിതിൻ്റെ സീലൊന്നും പൊട്ടിച്ചിട്ടില്ല. ആണ് ബോട്ട് ബേസ് ഫ്രീ യെസ്. ഇപ്പോൾ നമ്മുടെ ബോക്സ് പൊട്ടിച്ചു കൊടുക്കാം. നമ്മുടെ ഹെഡ്ഫോൺസ് ആണ് പിന്നെ വന്നിട്ടുള്ളത്. വയേർഡ് ഹെഡ്ഫോൺസ് ആണ് വന്നിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയിൽ നമുക്കിതിലേക്ക് വരാം. എക്സ്ട്രാ ബേസ് തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മികച്ച ഒരു ഹെഡ്സെറ്റ് തന്നെയാണ്. നമ്മൾ വെച്ച് നോക്കിയിട്ടൊന്നുമില്ല, എക്സ്പീരിയൻസ് നോക്കണം. ഓക്കെ, നല്ലതായിരിക്കും. ബോട്ടാണല്ലോ. ബോട്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ സൗണ്ട് വൈസസ് ഒക്കെ ഉള്ള ഒരു നല്ല ബ്രാൻഡ് തന്നെയാണ്. അപ്പോൾ നല്ല സൗണ്ട് ക്വാളിറ്റി ആയിരിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. നമ്മൾ ഇന്നത്തെ ഇവിടെ അൺബോക്സ് ചെയ്തത് ബോട്ട് ബേസ് ഹെഡ്സ് 225 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വയേർഡ് ഹെഡ്ഫോൺസ് ആണ്. നമ്മൾ പറഞ്ഞു ഇതിൻ്റെ സ്പെസിഫിക്കേഷനും അൺബോക്സ് ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം കംപ്ലൈൻ്റ് ആണ്, വർക്ക് ചെയ്യുന്നില്ല. ഇത് കണ്ടപ്പോൾ തന്നെ ആദ്യം ഡൗട്ട് തോന്നിയിരുന്നു. കാരണം ഇത് ചെറുതായിട്ടൊരു പൊടിയും അങ്ങനെയൊക്കെ കണ്ടിരുന്നു. അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്തതൊക്കെ ശരിയാണ്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ പറഞ്ഞു. ഇവർ ഓൾറെഡി ആരോ യൂസ് ചെയ്ത സാധനമാണ് തിരിച്ചയച്ചിരിക്കുന്നത്. ആരോ കംപ്ലൈൻറ്റ് ചെയ്ത് പറഞ്ഞാൽ അയച്ച സാധനം പിന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുകയാണ്. അതാണ് സംഭവം. ഇതിൻ്റെ ഈ ബട്ടൻ്റെ ഇടയിലൊക്കെ നോക്കുകയാണെങ്കിൽ ചെറുതായിട്ട് ചളിയുണ്ട്. മറ്റേ എക്സ്ട്രാ ബേസൊക്കെ സ്പെസിഫിക്കേഷൻസ് ശരിയാണ്, നല്ല സാധനമാണെങ്കിൽ അതൊക്കെ ഉണ്ടാകും. പക്ഷേ ഇത് പോരാ. പിന്നെ ഇതിൻ്റെ ഗോൾഡ് പ്ലേറ്റിങ് നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും, പകുതി ഗോൾഡ് പ്ലേറ്റിങ് പോയിട്ടുണ്ട്. അപ്പോൾ ആരോ ഉപയോഗിച്ച് മുതലാക്കിയ സാധനമാണ് അയച്ചിരിക്കുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ മൊത്തത്തിലൊരു യൂസ് ചെയ്തൊരു ഇതുണ്ട്. ഇതിൻ്റെ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു ബഡ്സൊക്കെ റിമൂവ് നോക്കുകയാണെങ്കിൽ തന്നെ ഇതിൽ ഒരുപാട് പൊടിയൊക്കെ ഉണ്ട്. അപ്പോൾ സാധനം എന്തോ ഒരു അടിച്ചുപോയ സാധനമാണ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. നമ്മളെന്തായാലും നമ്മുടെ ഒരു മര്യാദയ്ക്ക് അൺബോക്സ് ചെയ്തു ഉള്ളൂ, വേറെ ഒന്നും തന്നെ ഇല്ല. അൺബോക്സ് ചെയ്തതിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ പറഞ്ഞു. എന്തായാലും നമ്മളിതിന് റിട്ടേൺ ചെയ്തിട്ട് പുതിയ സാധനം എന്തായാലും വരുത്തും. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. മറ്റൊരു വീണ്ടും കാണാം. അതുവരേക്കും ബൈ. ഇപ്പോൾ ഏകദേശം അവസ്ഥ മനസ്സിലായിട്ടുണ്ടാവും. ഞാനൊരു ഹെഡ്സെറ്റ് ഓർഡർ ചെയ്തതാണ് ആമസോണിൽ. പക്ഷേ കിട്ടി വന്നപ്പോൾ ഏതോ ഒരാൾ യൂസ് ചെയ്ത് വെച്ച സാധനമാണ് ആമസോണിൽ എനിക്ക് കിട്ടിയത്. ഒരു ബാഡ് എക്സ്പീരിയൻസിനാണ് വന്നത്. ഇതിന് മുമ്പ് നോക്കുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തൊരു കാര്യമാണ്. നമ്മൾ ഫസ്റ്റ് നമ്മുടെ ചാനൽ വീഡിയോയിൽ തുടങ്ങിയ സമയത്ത് നമ്മൾ പറഞ്ഞത് ഒരു ഡിജിടെക് DTR LT 450 എന്നുള്ള ഒരു നമ്മുടെ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രൈപോഡ്. ഈ ട്രൈപോഡ് ഇതേപോലെ ഞാൻ ഒരു വട്ടം വാങ്ങിയ സാധനം വേറെ ആരോ ഉപയോഗിച്ച് കേടെടുത്ത സാധനമാണ് എനിക്ക് കിട്ടിയത്. ഞാനത് പിന്നെ റീപ്ലേസ് ചെയ്യാണ് ചെയ്തത്. അങ്ങനെ കിട്ടിയതാണ്. അപ്പോൾ ആമസോൺ ശരിക്കും പറ്റിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ എത്ര വില കൂടിയ സാധനമാണോ വില കുറഞ്ഞ സാധനമാണോ എന്നുള്ളത്, നമ്മുടെ കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ അവരൊരു വിലയും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുന്നത്. വേറെ ആൾ യൂസ് ചെയ്ത സാധനം ഫുൾ പൊടിയൊക്കെ പിടിച്ചിട്ട് പ്രത്യേക അവസ്ഥയായിരുന്നു. ഇപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ഏകദേശം ആ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്താണ് അവർ അയച്ചു തന്ന സാധനത്തിൻ്റെ കണ്ടീഷൻ. അപ്പോൾ ഞാൻ അപ്പോഴേ വിചാരിച്ചാണ് നമുക്ക് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്ത് നമുക്ക് ഈ ഒരു കാര്യം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതാണ് ഞാൻ അന്ന് ആ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് തോന്നിയിരുന്നു ഈ സാധനത്തിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. കാരണം അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ആരും ഉപയോഗിച്ച സാധനമാണെന്ന്. പിന്നെ ലാസ്റ്റ് നോക്കുമ്പോൾ സാധനം വർക്ക് ചെയ്യുന്നേ ഇല്ല. ഇപ്പോൾ പുതിയത് ഇപ്പോൾ എത്തിയതുണ്ട്. ഞാൻ അപ്പോൾ ഇത് നമ്മൾ അന്നത്തെ മാതിരി ആമസോണിൻ്റെ ഇത് പൊട്ടിച്ചിട്ടൊന്നല്ല, നമ്മൾ അൺബോക്സ് ചെയ്ത് നോക്കി സാധനം വർക്ക് ചെയ്യണമെന്ന് നടക്കാൻ നോക്കി. ഇത് പുതിയ സാധനമാണ്, ഫ്രഷാണ്, നല്ല വൃത്തിയായിട്ട് വർക്ക് ചെയ്യുന്നൊരു തന്നെയാണ് ഇപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് നമ്മുടെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബേസ് ഹെഡ്സ് 225 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വയേർഡ് ഹെഡ്ഫോൺസാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ബോക്സിനെ കുറിച്ചൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ട് സൂപ്പർ എക്സ്ട്രാ ബേസ് തരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ഇതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലേ. അതിൻ്റെ കൂടുതൽ അതിൻ്റെ ഫെസിലിറ്റീസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകതകൾ എഴുതിയിട്ടുണ്ട്. നമ്മുടെ സൂപ്പർ എക്സ്ട്രാ ബേസ് 1 ബട്ടൺ മൈക്രോഫോൺ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. ഫ്ലാറ്റ് ടാങ്കിൾ ഫ്രീ കേബിൾ, പിന്നെ ഹാൻഡ് ഫ്രീ പിക്കപ്പ് ഓർ എൻഡ്. നമുക്ക് ഹാൻഡ് ഫ്രീ ആയിട്ട് കോൾ എടുക്കുന്നതിനും കട്ട് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ തരുന്നുണ്ട്. നമ്മൾ ഓരോ അൺബോക്സ് ചെയ്തതിൻ്റെ ക്ഷീണം തന്നെ മാറിയിട്ടില്ല, അത് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ആദ്യം. ഓക്കെ, തുറന്നു നോക്കി നോക്കാം. എന്തായാലും തുറന്ന് നമുക്ക് ആദ്യമായിട്ട് കാണാൻ സാധിക്കുന്നത് ബോക്സിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ? പേപ്പർ ഉണ്ടല്ലോ. ആസ് യൂഷ്വൽ നമ്മുടെ വാറൻറ്റി കാർഡ് 1 ഇയർ വാറൻറ്റിയാണ് നമുക്ക് ബോട്ടിൻ്റെ തരുന്നത്. ബോട്ടിൻ്റെ എന്താ വെച്ചാൽ ബോട്ട് തരുന്നത്. ഓക്കെ, ബോട്ട് തരുന്നത് 1 ഇയർ വാറൻറ്റിയാണ്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ മെയിൻ സാധനം
നമ്മുടെ ഹെഡ്ഫോൺസ് ബോട്ട് ബേസ് ഹെഡ്സ് 225 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഹെഡ്ഫോൺസ് ഇതിലേക്ക് നമുക്ക് വരാം. വേറെ ഇതിനൊപ്പം വന്നിട്ടുള്ള ഒരു സാധനത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു ക്ലിപ്പ് വന്നിട്ടുണ്ട്. മെയിനായിട്ട് നമുക്ക് ഇതിൻ്റെ ഡിഫറെൻറ്റ് സൈസിലുള്ള ബഡ്സ് അല്ലെങ്കിൽ ഇയർ പീസസ് ആണ് നമുക്ക് ഇതിൽ വന്നിട്ടുള്ളത്. ഡിഫറെൻറ്റ് സൈസിലുള്ളത് നമ്മുടെ ചെവിക്ക് അനുസരിച്ചിട്ട് നമുക്ക് മാറ്റാനും പിടിക്കാനും അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. നമുക്കിപ്പോൾ ഉള്ളത് പറ്റില്ലെങ്കിൽ നമുക്ക് ചെറുതാക്കാം, സ്മോൾ ആക്കാം, ലാർജ് ആക്കാം, മീഡിയം ആക്കാം. അങ്ങനെ ഡിഫറെൻറ്റ് സൈസിലുള്ള ഇയർ പീസസ് ആണ് ഒരു ഇത് വന്നിട്ടുള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു കൊമ്പ് പോലത്തെ ഒരു സാധനം വന്നിട്ടുണ്ട്. ഈ ഒരു കൊമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ വീഡിയോ കണ്ടവരുണ്ടെങ്കിൽ അറിയുണ്ടാവും. ബോട്ട് റോക്കേഴ്സ് 255 എന്ന് പറഞ്ഞൊരു വയർലെസ് ഹെഡ്ഫോൺസ് നമ്മൾ അൺബോക്സ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ഈ 2 കൊമ്പിനെ കുറിച്ചിട്ട്. അതിൽ അങ്ങനെ 2 കൊമ്പുണ്ടായിരുന്നു, ചെവി വൃത്തിയായിട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലുള്ളൊരു സംഭവമാണിത്. അപ്പോൾ ഇതിനൊപ്പം വന്നിട്ട് നമുക്ക് ഓപ്ഷനാണ്, വേണമെങ്കിൽ നമുക്ക് ഇത് ഇട്ടിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതില്ലാതെ യൂസ് ചെയ്യാം. അപ്പോൾ ഓപ്ഷനിലാണ്. വേറൊരു ക്ലിപ്പ് വന്നിട്ട് നമുക്കതിപ്പോൾ ഷട്ടിലൊക്കെ ക്ലിപ്പ് പിൻ ചെയ്ത് വെക്കണമെങ്കിലൊക്കെ തന്നെ ഒരു ക്ലിപ്പ് വന്നിട്ടുണ്ട്. വേറെ ഡിഫറെൻറ്റ് സൈസിലുള്ള ഇയർ പീസസ് ആണ് പിന്നെ വന്നിട്ടുള്ളത്. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ ഒപ്പം വന്നിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഹെഡ്സെറ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ടാങ്കിൾ ഫ്രീ ആയിട്ടുള്ളൊരു കേബിളാണ്, നല്ല ക്വാളിറ്റി കേബിളാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നോക്കുകയാണെങ്കിൽ നല്ല അത്യാവശ്യം നീളത്തിലുള്ള ഒരു വയറാണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഇവിടെ പറഞ്ഞത് നമ്മുടെ ഗോൾഡ് പ്ലേറ്റിംഗ് ഉള്ള ഒരു 3.5 mm ജാക്കാണ്. അപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ ഒക്കെ നല്ല രീതിയിൽ ഉണ്ടാവുന്നതാണ് പറയുന്നത്. ഗോൾഡ് പ്ലേറ്റ് ആകുമ്പോൾ അതിനനുസരിച്ചുള്ളൊരു നമ്മുടെ നോയ്സ് കുറയുന്നൊക്കെയാണ് ഈ ഗോൾഡ് പ്ലേറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ടുള്ളത്. വേറെ അപ്പോൾ ഇതിൻ്റെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു 1 ബട്ടൺ കൺട്രോൾ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ടുള്ളത്. പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് 1 ബട്ടൺ നമുക്ക് ബോട്ടിൻ്റെ എടുത്ത് നമ്മുടെ മൈക്ക് വന്നിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നമ്മുടെ മൈക്ക് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ 1 ബട്ടൺ. ഒരു ബട്ടൺ വന്നിട്ടുള്ളത് നമുക്ക് ഇതിൽ കൺട്രോൾ എന്നുള്ള നിലയ്ക്ക് ഹെഡ്സെറ്റിൽ വന്നിട്ടുള്ള ഒരു ബട്ടൺ എന്ന് പറയുന്നതും ഇവിടെ തന്നെയാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. വേറെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു പോളിഷ്ഡ് മെറ്റലാണ് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് യൂസ് ചെയ്തിട്ട് നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള മെറ്റൽ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ചെവിയിലൊക്കെ നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്ന രീതിയിലുള്ള ഡിസൈൻ തന്നെയാണ് ബോട്ട് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്കിതിൻ്റെ എക്സ്റ്റേണൽ ആയിട്ട് കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ ബോക്സ് കണ്ടൻറ്റിനെ കുറിച്ചൊക്കെ തന്നെ പറയാനായിട്ടുള്ളൂ. നമുക്കിതിൻ്റെ കൂടുതൽ സ്പെസിഫിക്കേഷനിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഹെഡ്സെറ്റ് അൺബോക്സ് ചെയ്തു. ചടങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഹെഡ്സെറ്റ് അൺബോക്സ് ചെയ്തു. നമ്മുടെ ഹെഡ്ഫോൺസ് അൺബോക്സ് ചെയ്ത് നമ്മളിതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്നതിലേക്ക് നമുക്ക് 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഇത് തന്നിട്ടുള്ളത് ഒരു പോളിഷ്ഡ് മെറ്റൽ ഒരു മെറ്റീരിയലാണ്. ഒരു പോളിഷ്ഡ് മെറ്റലാണ് നമുക്ക് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു കാണാനുള്ളൊരു ഭംഗി അല്ലെങ്കിൽ ആ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ളൊരു ഒരു പുതുമ നഷ്ടപ്പെടില്ല എന്നുള്ളതാണ് നമ്മുടെ ബോട്ട് അവകാശപ്പെടുന്നത്, പോളിഷ്ഡ് മെറ്റൽ ആയതുകൊണ്ട് തന്നെ. പിന്നെ നോക്കുകയാണെങ്കിൽ സൂപ്പർ എക്സ്ട്രാ ബേസ് യൂഷ്വലി നമ്മുടെ ബോട്ട് ഡിവൈസസ് ഒക്കെ പറയാറുള്ളതാണ്. നമ്മളിതിൻ്റെ തൊട്ട് മുന്നേ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു നല്ല ബോട്ട് ആയതുകൊണ്ട് അങ്ങനെയാണ് വിശ്വസിക്കാമെന്നൊക്കെ. ബോട്ട് പൊതുവേ നല്ല രീതിയിൽ തന്നെ എക്സ്ട്രാ ബേസ് ഒക്കെ ഇപ്പോൾ ഏകദേശം ഞാൻ കേൾക്കാത്ത ഡിവൈസസ് ഒന്നുമില്ല. ഏത് ഡിവൈസ് ആയിട്ടില്ല അതിൽ ബോട്ടാണെങ്കിൽ ഒരു എക്സ്ട്രാ ബേസ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ടാവും. അത് ഈ ഒരു Bassheads 225 വന്നിട്ടുണ്ട് എക്സ്ട്രാ ബേസ് എന്നുള്ളൊരു ഫീച്ചർ എന്ന് പറയുന്നത്. പിന്നെ നോയ്സ് ക്യാൻസലേഷൻ, നല്ല എഫക്റ്റീവായിട്ടുള്ള നോയ്സ് ക്യാൻസലേഷനാണ് വന്നിട്ടുള്ളതെന്നാണ് ബോട്ട് അവകാശപ്പെടുന്നത്. കുഴപ്പമില്ലാത്ത രീതിയിൽ നോയ്സ് ക്യാൻസലേഷൻ കിട്ടുന്നുണ്ട്. പിന്നെ ചെവിയിലൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ചെവിയിലൊക്കെ നല്ല ഇരിക്കുന്ന രീതിയിലുള്ള ഡിസൈനാണ് നമുക്ക് വന്നിട്ടുള്ളത്. വെച്ച് കഴിഞ്ഞാൽ പിന്നെ പുറത്തുനിന്നുള്ള സൗണ്ടിന് അധികം അകത്തേക്ക് കയറാത്ത രീതിയിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു ഹെഡ്സെറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ടാങ്കിൾ ആവാത്ത, അല്ലെങ്കിൽ ടാങ്കിൾ മീൻസ് നമ്മുടെ കെട്ടുപിടാത്ത ഒരു ടൈപ്പിലുള്ള ഒരു വയറാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കെട്ടുപിടിട്ട് അത് അഴിക്കേണ്ട പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ വരുന്നില്ല. പിന്നെ നമ്മൾ പറഞ്ഞു ഗോൾഡ് പ്ലേറ്റിംഗ് ഉള്ള ഒരു 3.5 mm ജാക്കാണ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു. ഇത്രയൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ള നിലയ്ക്ക് പറയാനായിട്ടുള്ളത്. വേറെ ഇപ്പോൾ ഇതിനെക്കുറിച്ച് അങ്ങനെ സംസാരിക്കാനൊന്നുമില്ല. പിന്നെ നമ്മുടെ മൈക്ക് വന്നിട്ടുണ്ട്. ഒരു സിംഗിൾ ടാപ്പിലൂടെ നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാനും വെക്കാനൊക്കെ പറ്റുന്ന, അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യാനും കട്ട് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലുള്ളൊരു ഫീച്ചേഴ്സൊക്കെ തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്ത് നമ്മുടെ ബോട്ട് Bassheads 225 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വയേർഡ് ഹെഡ്സെറ്റിൻ്റെ അൺബോക്സിംഗ് ആണ്, അല്ലെങ്കിൽ ഹെഡ്ഫോണിൻ്റെ അൺബോക്സിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്തത്. അപ്പോൾ ഇതിൽ നമ്മളതിൻ്റെ സ്പെസിഫിക്കേഷൻ ലെവലുള്ള കാര്യങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. വയേർഡ് ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു കാര്യമായിട്ടൊന്നും പറയാനില്ല. അപ്പോൾ അത്ര സ്പെസിഫിക്കേഷൻ ലെവലിലെ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു. അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ചർച്ച ചെയ്തു. ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മളിപ്പോൾ ആമസോണിൽ നിന്ന് ഒരു സാധനം വാങ്ങിയിട്ട് അത് റിട്ടേൺ ചെയ്ത് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് പിന്നെയും കിട്ടിയൊരു സാധനമാണിത്. അപ്പോൾ ആമസോണിൽ നിന്നൊക്കെ സാധനം വാങ്ങുന്നവരുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക. നമുക്ക് കിട്ടിയൊരു പ്രൊഡക്റ്റ് ഡാമേജ് ആണെങ്കിൽ നമ്മൾ ഒരു മടിയും വിചാരിക്കേണ്ട, നമ്മൾ എന്തായാലും ഇത് റീപ്ലേസ് ചെയ്യണം, നമുക്ക് അവർ പുതിയ സാധനം എത്തിരും. നമ്മൾ പൈസ അടച്ചിട്ടാണ് നമ്മൾ സാധനം വാങ്ങുന്നത്. ഇതിൻ്റെ ഒരു വിലയെക്കുറിച്ച് നമ്മൾ പറയാൻ വിട്ടുപോയി. 549 രൂപയാണ് ഈ ഒരു വയേർഡ് ഹെഡ്സെറ്റിൻ്റെ വില വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്ന സാധനമാണ്. അപ്പോൾ നമുക്ക് നല്ല സാധനം തരിക എന്നുള്ളത് അവരുടെ ചുമതലയാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ കണ്ടാൽ മതി. അതിലൊന്നും ഒരു മടിയും വിചാരിക്കേണ്ട. ഇതിപ്പോൾ സ്ഥിരമായിട്ട് ഓൺലൈനിൽ നിന്ന് സാധനം വാങ്ങുന്നവർക്ക് അറിയാം അതിൻ്റെ പറ്റിക്കലുകളൊക്കെ. അവരൊക്കെ കുറേ പേർക്കൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും. നല്ല സാധനം ഉടായ്പ അയച്ചിട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ അനുഭവിച്ചിട്ടുണ്ടാവും. ജസ്റ്റ് എനിക്കുണ്ടായ ഒരു അനുഭവം നിങ്ങളിലേക്ക് എത്തിച്ചു എന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മൾ കാര്യമായിട്ട് അൺബോക്സിങ്ങിനൊക്കെ ഇരുന്നിട്ട് ലാസ്റ്റ് സാധനം വർക്കാവില്ല പറഞ്ഞാൽ അതിൻ്റെ ഒരു മോശമല്ലേ. അപ്പോൾ പിന്നെ എന്തായാലും ആ വീഡിയോ മൈൻഡ് ചെയ്യാതെ, ആ ഒരു അനുഭവം മൈൻഡ് ചെയ്യാതെ എനിക്ക് വീഡിയോ ചെയ്യാമായിരുന്നു. എങ്കിൽ കൂടി ഞാൻ ഈ ഒരു സംഭവം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിൻ്റെ ഒരു അവസ്ഥ നിങ്ങളിലേക്ക് എത്തിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ.
മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. പ്രകാശം വരക്കട്ട് ടീഷർട്ടൊക്കെ ഇട്ട് വന്നതാ.